സംഭലിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ നടപടിയുമായി യോഗി സർക്കാർ. സംഭൽ സന്ദർശനത്തിനെത്തിയ സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്യാംലാൽ പാലിനെ യുപി പോലീസ് വീട്ടുതടങ്കലിലാക്കി. സന്ദർശനത്തിനെത്തിയ മറ്റ് എസ്.പി നേതാക്കളെയും പോലീസ് തടഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സമാജ്വാദി പാർട്ടി ധനസഹായം പ്രഖ്യാപിച്ചു. അതേസമയം സംഘർഷ മേഖലയിലെ നിരോധനം ഡിസംബർ 10 വരെ നീട്ടി. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. റഷീദ്, ഇന്നത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാക്കളെ അടക്കം ആ പ്രദേശത്തേക്ക് കടത്തിവിടാത്ത രീതിയിൽ ആണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതുവിധം ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്? പ്രതിഷേധങ്ങൾ വളരുന്നു എന്നാണോ ഈ ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അന്ന, സംഭലിലെ സംഘർഷ സ്ഥലം സന്ദർശിക്കാനെത്തുന്ന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും കടുത്ത നടപടി സ്വീകരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാരും ഒപ്പം ഉത്തർപ്രദേശ് പോലീസും. ഇന്ന് സംഘർഷ സ്ഥലം സന്ദർശിക്കാനെത്തിയ സമാജ്വാദി പാർട്ടികളെ ഒന്നടങ്കം തടയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ശ്യാംലാൽ പാലിനെ ഉത്തർപ്രദേശ് പോലീസ് വീട്ടുതടങ്കലിലാക്കി. ഈ സന്ദർശന സ്ഥലത്തേക്ക് നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ സന്ദർശനം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഇദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കിയത്. എന്തായാലും നേരത്തെ, അതായത് രാവിലെയും 15 അംഗ സംഘം എസ്.പി നേതാക്കൾ സന്ദർശനം നടത്താൻ വേണ്ടി സംഭാലിൽ എത്തിയിരുന്നു. ഇവരെയും ഒന്നടങ്കം തടയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടി നേതാക്കളൊക്കെ തന്നെയും ഉയർത്തുന്നത്. ഇത്തരത്തിൽ സംഘർഷ മേഖലകളിൽ ജനപ്രതിനിധികൾക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ സംഭാലിലും വലിയ പ്രതിഷേധം ഉയരുന്നത്. എന്തായാലും പോലീസിന്റെ നടപടി ഭരണഘടന ഒപ്പം ജനാധിപത്യ വിരുദ്ധമാണെന്ന് എസ്.പി നേതാക്കൾ കുറ്റപ്പെടുത്തി. ഒപ്പം ബി.ജെ.പിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് പോലീസ് ഒന്നടങ്കം പ്രവർത്തിക്കുന്നത് എന്ന് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരിലേക്ക് പോലും സംഭാലിലെ ഈ വെടിവെപ്പ് വിഷയം സംഘർഷവും കലാശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്. സമാജ്വാദി പാർട്ടി നേതാക്കളൊക്കെ തന്നെയും ഇന്ന് മീറ്റിംഗ് കൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭാലിലെ സംഘർഷ സ്ഥലം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേതാക്കളൊക്കെ തന്നെയും എത്തിയത്. എന്നാൽ ഇത് തടയുന്ന ഒരു പ്രവണതയാണ് യോഗി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ സമാജ്വാദി പാർട്ടി ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ബി.ജെ.പി അഴിച്ചുവിടുന്ന വർഗീയ ധ്രുവീകരണവും ഇത്തരത്തിലുള്ള വെടിവെപ്പുകളുടെയും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം യോഗി ആദിത്യനാഥ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ഈ കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായം 1 കോടിയോളം നൽകണമെന്നുമാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി നേതാക്കളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സർവേ നടപടികൾ തുടരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിന് പിന്നാലെ സംഭാലിലെ നിരോധനാജ്ഞ ഡിസംബർ 10 വരെ നീട്ടിയിരിക്കുകയാണ്. ജനപ്രതിനിധികൾക്കടക്കം സന്ദർശനം വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിരോധനാജ്ഞ തുടരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെയും പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി വരുന്ന നിരോധനങ്ങളൊക്കെ തന്നെയും പഴയതുപോലെ തന്നെ തുടരുമെന്നാണ് ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെയും ഉത്തർപ്രദേശ് പോലീസിനെതിരെയും വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും പ്രതിഷേധവും ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. അന്ന, സംഭാൽ സന്ദർശനത്തെത്തിയ സമാജ്വാദി പാർട്ടി സംസ്ഥാന പ്രസിഡന്റിനെ യുപി പോലീസ് വീട്ടുതടങ്കലിലാക്കി. അതേസമയം തന്നെ ഈ പ്രതിഷേധങ്ങളൊക്കെ കനക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഉത്തരവുണ്ട്. കീഴ്ക്കോടതിയിൽ നിന്നുള്ള വിധി, സർവേക്കുള്ള വിധി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ആ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകി.